ഭൂനിയമ ചട്ടഭേദഗതിയിൽ പ്രതികരണവുമായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. ചട്ടം പ്രാബല്യത്തിൽ വന്നാൽ ജനങ്ങൾക്ക് ഭൂമിയുടെ സ്വതന്ത്ര വിനിയോഗം നഷ്ടപ്പെടും. ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിക്കുക മാത്രമല്ല, വെല്ലുവിളിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ നേതാക്കൾ ചെയ്യുന്നത്. പ്രതിഷേധം രേഖപ്പെടുത്തുന്നവരെ അടിച്ചും ആക്രമിച്ചും വളഞ്ഞിട്ടാക്രമിക്കുന്നു. ഈ നിലപാട് തുടർന്നാൽ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്നും ഡീൻ കുര്യാക്കോസ് എം.പി. പറഞ്ഞു. എല്ലാ തരത്തിലും നാട്ടിലെ ജനങ്ങളെ ആകെ കൂച്ചുവിലങ്ങിട്ട് യാതൊരു തരത്തിലുമുള്ള സ്വതന്ത്രമായ വിനിയോഗം ഭൂമിയുടെ പേരിൽ നടത്താൻ പറ്റില്ല എന്നുള്ള ഭീകരമായ വ്യവസ്ഥകൾ ഇതെല്ലാമാണ് എഴുതി പിടിപ്പിച്ച് ഈ ഗവൺമെന്റ് ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഇതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ നേതാക്കന്മാർ ഈ നാട്ടിൽ വലിയ തോതിലുള്ള പ്രകടനങ്ങളൊക്കെ നടത്തുന്നത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ഇടതുപക്ഷ നേതാക്കന്മാർ ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിക്കുക മാത്രമല്ല, വെല്ലുവിളിക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. ജനങ്ങളോടുള്ള ഈ വെല്ലുവിളിക്ക് അവർ മറുപടി പറയേണ്ടി വരും, അല്ലെങ്കിൽ അതിന് തക്ക തിരിച്ചടി അവർ നേരിടുമെന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പോൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറയുന്നത് പോലെ ആരെല്ലാമാണോ ഇക്കാര്യത്തിൽ സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്, ആരെല്ലാമാണോ ഇതിനകത്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്, അവരെ എല്ലാവരെയും അടിച്ചില്ലാതെയാക്കുക, അവരെ എല്ലാവരെയും അക്രമത്തിന് ഇരയാക്കുക, അവരെ എല്ലാവരെയും അടിച്ചാക്ഷേപിക്കുക, അടച്ചാക്ഷേപിക്കുക എന്നുള്ളതാണ് ഇവരുടെ ശൈലി. ഇപ്പോൾ സ്വതന്ത്ര സംഘടനകളായിട്ടുള്ള കർഷക സംഘടനകൾ, അതിൻ്റെ നേതാക്കന്മാർ, ഞാൻ ആരുടെയും പേരിവിടെ സൂചിപ്പിക്കുന്നില്ല, അവരൊക്കെ ഈ കാര്യത്തിൽ വളരെ സ്വതന്ത്രമായി നിലപാട് സ്വീകരിച്ചവരാണ്. അവരാരും UDF പ്രവർത്തകരല്ല, അവരാരും UDF നേതാക്കന്മാരല്ല. പക്ഷേ UDF അച്ചാരം വാങ്ങിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ സ്വതന്ത്ര കർഷക സംഘടനകളെയും അതോടൊപ്പം തന്നെയുള്ള ജനകീയ കൂട്ടായ്മകളെയും ഇപ്പോൾ അതിജീവന പോരാട്ട വേദിയുടെ ചെയർമാൻ ശ്രീ റസാഖിനെയും ഒക്കെ ഏതെല്ലാം തരത്തിലാണ് ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞു. അത് ശരിയല്ല. ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇവിടെ അതിജീവന പോരാട്ട വേദി ആയിക്കൊള്ളട്ടെ, മർച്ചന്റ് അസോസിയേഷൻ ആയിക്കൊള്ളട്ടെ, അതോടൊപ്പം തന്നെ ആരെല്ലാം ഈ കാര്യത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ആളുകളോടൊപ്പം നിൽക്കുക എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ്. പ്രതിപക്ഷം അത് ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. UDF അക്കാര്യത്തിൽ വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. UDF നിലപാടും അവരുടെ നിലപാടും ഒന്നായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയപ്പെടുന്ന രീതിയിലുള്ള അക്രമ സംവിധാനവുമായി ഇവർ ഇറങ്ങി പുറപ്പെട്ടാൽ ഇവരെ തെരുവിൽ നേരിടേണ്ട സ്ഥിതിയിലേക്ക് ഈ നാട്ടിലെ ജനങ്ങൾ വരും എന്നുള്ളത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇടതുപക്ഷ നേതാക്കന്മാർക്ക് ഇപ്പോൾ അന്തമില്ല കുന്തമില്ല എന്നുള്ള സ്ഥിതിയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ കുളിപ്പിച്ചു കൊച്ചിനെ ഇല്ലാതെയാക്കി എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഈ ചട്ടം ഭേദഗതി വന്നതോടുകൂടി ഈ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ CV വർഗീസിനെ പോലെയുള്ള ആളുകൾ അവരുടെ വാക്കുകളിൽ മിതത്വം പാലിക്കണം. ഇടതുപക്ഷ നേതാക്കന്മാർ അവർ ഉപയോഗിക്കുന്ന അവരുടെ പദപ്രയോഗങ്ങൾക്ക് അവർ കടിഞ്ഞാണിടേണ്ടി വന്നിട്ടുള്ള ഒരു സ്ഥിതിയാണ്. ഇനി അതല്ല, അതിനപ്പുറത്തുമുള്ള വെല്ലുവിളിയായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ജനങ്ങൾ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ ഈ അവസരത്തിൽ ഇവിടെ വെക്കുകയാണ്.